അങ്ങനെ കുറുവ സംഘത്തിലെ അവസാനത്തെ ആൾ കട്ടുപൂച്ചൻ അകത്തായി. ആലപ്പുഴ SP മോഹനേന്ദ്രൻ്റെ ടീമിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് കട്ടുപൂച്ചനെ അകത്താക്കിയത്. ആലപ്പുഴ ജില്ലയിലെ 3 സ്ഥലത്ത് മോഷണം നടത്തി കട്ടുപൂച്ചൻ. മണ്ണഞ്ചേരി റോഡ് മുക്കിന് സമീപം മാളിയക്കൽ ഇന്ദു കുഞ്ഞുമോൻ്റെ ആ വീട്ടിൽ ഒരു മോഷണം, കോമളപുരത്ത് VA ജയന്തിയുടെ വീട്ടിൽ ഒരു മോഷണം. കുറുവ സംഘമാണ് എന്ന് വ്യക്തമായി അന്ന് തന്നെ മനസ്സിലായി പോലീസിന്. അതുപോലെ പുന്നപ്രയിലെ വീട്ടിലൊരു മോഷണ ശ്രമം നടന്നു, വിജയിച്ചില്ല. അവിടുത്തെ ഒരു കളരി പിടിച്ച പയ്യൻ ഇവരെ ആക്രമിക്കാൻ നോക്കി, അവർ തിരിച്ചാക്രമിച്ച് പോയി. കട്ടുപൂച്ചൻ എന്ന കുറുവ സംഘത്തിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോഷണം നടത്തിയൊരു വ്യക്തിയാണ്. അയാളുടെ ഒപ്പം മോഷണം നടത്തുന്ന സന്തോഷ് എന്ന ഒരുത്തനുണ്ട്. ഇവർ രണ്ടുപേരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മോഷണം നടത്തിയിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീട്ടിലാണ് കൂടുതലും കട്ടുപൂച്ചൻ കയറുന്നത്. മറ്റ് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കട്ടുപൂച്ചൻ്റെ മോഡസ് ഓപ്പറാൻഡി. വീട്ടിലുള്ളവരെ ആവശ്യം വന്നാൽ ഉപദ്രവിക്കുകയും ചെയ്യും. പ്രധാന പ്രതിയായിട്ട് സന്തോഷമായിട്ട് ഒന്നിച്ച് മോഷണം നടത്തിയെങ്കിലും കട്ടുപൂച്ചൻ ഒറ്റയ്ക്ക് പോകും. സന്തോഷം ഒറ്റയ്ക്ക് പോയി മോഷണം നടത്തുകയും ചെയ്യും. സന്തോഷിനെ ഏറ്റവും അവസാനം കടുത്തുരുത്തിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ കട്ടുപൂച്ചനെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. അയാളുടെ തന്ത്രം മറ്റുള്ള ആർക്കും ലഭിച്ചിട്ടില്ല. പോലീസിന് അത് ഇപ്പം മനസ്സിലായി. കാരണം മോഷണം നടത്തുമ്പം കട്ടുപൂച്ചനെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് കയ്യുറയിടും. അതുകൊണ്ട് വിരലടയാളം എങ്ങും ഒരു വീട്ടിലും കിട്ടില്ല. പിന്നെ മോഷണം നടത്തുന്ന സമയത്ത് CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് കട്ടുപൂച്ചന് അറിയാം. അതുകൊണ്ട് മുഖം മറച്ച് ആളെ തിരിച്ചറിയാതിരിക്കാൻ രീതിയിൽ അയാൾ വീടിനകത്ത് കയറുകയുള്ളൂ. പക്ഷേ എങ്ങനെയാണ് പിന്നെ ഇയാളെ പിടിച്ചത്? പോലീസ് CCTV ദൃശ്യങ്ങളെല്ലാം നോക്കി, പല സ്ഥലത്തെ നോക്കി വന്നപ്പം ഇവൻ്റെ വിരലടയാളവും കിട്ടില്ല, ഇവൻ്റെ മുഖം മറച്ചിരിക്കുന്ന ആളെ മനസ്സിലാവില്ല. പക്ഷേ ഈ കയറുന്ന ആളുടെ കൈവിരലിൽ അല്ലെങ്കിൽ കൈപ്പത്തിയിൽ അല്ലെങ്കിൽ കൈയുടെ മുകളിൽ അവിടെ ഒരു പച്ച കുത്തിയ പാട് കണ്ടു. അതേപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇത് മധുരയ്ക്കുള്ള രാമനാഥപുരത്തുള്ള കട്ടുപൂച്ചൻ തന്നെയാണ് ഇവൻ. അവനാണ് ഈ വീടുകളെല്ലാം കയറുന്നത്, ആളെ വേണം ഉപദ്രവിക്കുന്നത്, വേണമെന്നുണ്ടെങ്കിൽ അവനെ ആൾക്കാരെ കയറി പിടിക്കും, റേപ്പ് ചെയ്യും, എല്ലാം ചെയ്യും. ഇപ്പോൾ 55 വയസ്സുണ്ട്. ഇയാളെ ഏറ്റവും അവസാനം കേരളത്തിൽ പിടിച്ചത് 2013. അത് മാരാരിക്കുളത്ത് ഒരു മോഷണം നടത്തി. വീട്ടിൽ കയറി ആ വീട്ടിലെ സ്ത്രീയെയും കുട്ടിയെയും ആക്രമിച്ചു. ഇയാൾക്ക് കോവിഡ് കാലഘട്ടത്തിൽ 2020 കാലഘട്ടത്തിൽ ഇയാളെ ജയിലിൽ നിന്ന് കോവിഡ് കാരണം വിട്ടു. മടങ്ങി വരണം കോവിഡിന് ശേഷം എന്നുള്ള കണ്ടീഷനിൽ. പക്ഷേ 2013 18 വർഷത്തെ ശിക്ഷയാണ്. ശല്യം അങ്ങ് പോയി കിട്ടിയനെ. പക്ഷേ കോവിഡ് വന്നുകൊണ്ടാണ് ഇയാൾ വെളിയിലിറങ്ങി. പിന്നെ ഇയാൾ മടങ്ങി വന്നിട്ടില്ല. 2020 ഇയാൾ ജയിൽ മോചിതനായി. 18 വർഷം എന്നുള്ള 7 വർഷം കഴിഞ്ഞപ്പം ഇയാൾ ജയിൽ മോചിതരായിപ്പോയി. പിന്നെ ഇയാൾക്ക് വീണ്ടും മോഷണം തുടർന്നു. കാരണം ഇയാളുടെ വിരലടയാളം എങ്ങും കിട്ടില്ല, മുഖം മറച്ചാണ്. അതുകൊണ്ട് ഇയാൾക്ക് നല്ല കോൺഫിഡൻസാണ്, തന്നെ പിടിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് പുന്നപ്ര, പുളിങ്കുന്ന്, കോട്ടയത്തെ കടുത്തുരുത്തി, പിന്നെ എറണാകുളത്തെ വടക്കേക്കര, പരവൂർ, അതുപോലെ എന്നീ വടക്കം പറവൂർ, എവിടെയൊക്കെ മോഷണങ്ങൾ വളരെയധികം നടത്തി. ആരാണ് എന്ന് മനസ്സിലാകുന്നില്ല, ഫിംഗർപ്രിൻറ്റ് കിട്ടുന്നില്ല, CCTV ദൃശ്യത്തിൽ ഇയാൾ ആരാണെന്ന് വ്യക്തമാകുന്നില്ല. അങ്ങനെയാണ് ആലപ്പുഴ SP MP മോഹനേന്ദ്രൻ നല്ല ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ്, നല്ല ലോ ആൻഡ് ഓർഡർ എക്സ്പെർട്ടാണ്. മോഹനേന്ദ്രനെ അതൊരു വാശിയായിട്ട് എടുത്തു. ഏറ്റവും അവസാനത്തെ കുറുവ സംഘത്തിലെ ഇവൻ തന്നെ എന്ന് തീർച്ചപ്പെടുത്തി. അവർ ആലപ്പുഴ SP MP മോഹനേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക മിഷൻ കുറുവ, മിഷൻ കട്ടുപൂച്ചൻ എന്ന് പറഞ്ഞ കുറുവ സംഘത്തിനെതിരായി ഒരു ടീം രൂപീകരിച്ചു. അതിനകത്ത് സുധീർ എന്ന് പറഞ്ഞ സൈബർ സെല്ലിലെ SI ഉണ്ട്. അതുപോലെ ആ SHO മണ്ണഞ്ചേരിയിലെ ടോൾസൺ P ജോസഫ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് 2-3 കേസുകൾ. അപ്പോൾ അദ്ദേഹം രംഗത്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മിഷൻ കട്ടുപൂച്ചൻ എന്ന ഒരു സംഘം രൂപീകരിച്ചത്.
അവിടുത്തെ ASI ഉല്ലാസ്, CPOമാരായ നല്ല ക്രൈം വർക്ക് അറിയാവുന്ന ഷൈജു, ജഗദീഷ്, രജീഷ് രവി, ഇങ്ങനെ ഒരു 4-5 പേരുടെ ടീമാണ് അത് രൂപീകരിച്ച്. MP മോഹനൻ പറയുകയും ചെയ്തത് കട്ടുപൂച്ചൻ അവസാനത്തെ കുറുവാ സംഘക്കാരൻ തന്നെ, ഇനി കേരളത്തിൽ കുറുവാ സംഘത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. അത് നല്ല കാര്യം, പെർമനൻ്റായിട്ടൊരു സൊല്യൂഷൻ. ഏതായാലും ഈ ടീം പല പ്രാവശ്യം മധുരയിൽ പോയി, രാമനാഥപുരത്ത് പോയി. ഇവൻ കേരളത്തിൽ കേരളത്തിൽ വന്ന് വളരെ തിരക്കോടുകൂടി മോഷണം നടത്തുന്ന കൊണ്ടുപോകുന്നത്. പല മോഷണ കേസിൽ ആരാണെന്ന് ഇന്നും കണ്ടുപിടിക്കാതെ കിടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇവൻ്റെ ഫിംഗർ പ്രിൻ്റ് നമുക്ക് ലഭിച്ചു. അതോടുകൂടി ഈ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും മോഷണം നടത്തിയിട്ട് ആളെ തിരിച്ചറിയാതെ CCTV ദൃശ്യത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി ആരാണെന്നും മനസ്സിലായിട്ടില്ല, കാരണം മുഖം മറച്ചു പോകുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റോടുകൂടി കുറുവാ സംഘത്തിന് കേരളത്തിൽ ഇനി മോഷണം ഉണ്ടാകില്ല എന്ന് SP പറയുന്നത്. ഇവർ രാമനാഥപുരത്ത് ചെന്ന് 3-4 പ്രാവശ്യം ഇതുങ്ങൾ അവിടെ പോയി കിടന്ന് അന്വേഷിച്ചിട്ട് ഇവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവർ കഴിഞ്ഞ 29-ാം തീയതി മടങ്ങി ആലപ്പുഴയെ വന്നപ്പം തന്നെ ഇവരുടെ ഇൻഫോർമൻ്റ് അവിടെ നിന്ന് വിളിച്ചിരിക്കുന്നു. അത് കട്ടുപൂച്ചൻ വന്നിട്ടുണ്ട്, അവൻ രാമനാഥപുരത്തെ ആ കോളനിക്ക് അടുത്ത്, ഇവൻ താമസിക്കുന്ന MGR കോളനിക്ക് അടുത്ത് ഒരു തട്ടുകടയിൽ നിപ്പുണ്ട് എന്ന് അവർക്ക് വിവരം കിട്ടി. ഇവർ അന്നേരം തന്നെ മടങ്ങിപ്പോയി. ആ പോക്കിലാണ് ഇവനെ തപ്പിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്. കാരണം ആ ഇൻഫോർമൻ്റ് കറക്റ്റായിട്ട് വിവരം കൊടുത്തു. അവൻ ഇപ്പം വീട്ടിൽ വന്ന് 2 ദിവസം നിൽക്കും, വീണ്ടും പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണം. അവർ 3-4 പ്രാവശ്യം ഈ സ്ഥലത്ത് പോയി ക്ഷീണിച്ച് മടങ്ങി ആലപ്പുഴയിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അടുത്ത കോൾ വന്നിരിക്കുന്നു, അവിടെ ഉണ്ട്, ഇതേ വന്നിരിക്കുന്നു. ഇതുങ്ങൾ എന്തായാലും ക്ഷീണിതരായെങ്കിലും SP-യുടെ നേതൃത്വത്തിൽ പറഞ്ഞ് പോയേ പറ്റൂ. ഇവർ പോയി. അങ്ങനെ അവനെ അവിടെ നിന്ന് പൊക്കി. അങ്ങനെയാണ് ഇയാളെ ഇപ്പം നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഏതായാലും ആ ടീമിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവർ അക്ഷീണ പ്രയത്നം ഇക്കാര്യത്തിൽ നടത്തി. അവരുടെ നാക്ക് അതുകൊണ്ട് അവർ പറഞ്ഞത് അവസാനത്തെ ആൾ തന്നെ കുറുവാ സംഘം. ഇനി കേരളത്തിൽ കുറുവാ സംഘം എത്തത്തില്ല, ഇവനായിരുന്നു അവരുടെ ലീഡർ. ഏതായാലും ഇയാൾ മൊബൈൽ ഫോണിൽ ഒരു സംഗതി ഇയാൾക്ക് കിട്ടില്ല, കാരണം മൊബൈൽ ഫോണില്ല. അപ്പോൾ ആ ഭാഗം ഒഴിവാക്കും, മുഖം മറയ്ക്കും, ആളെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ അവൻ്റെ മോഡസ് ഓപ്പറാണ്ടിയാണ്. പിന്നെ അവനെ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്, ഫിംഗർ പ്രിൻറ്റും കിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പോലീസിന് ദൂരെ നിന്ന് വരുന്നൊരു കള്ളനെ പിടിക്കാൻ? ഏതായാലും ഇവരുടെ പ്രയത്നം ഏതായാലും സഫലമായി. പിന്നെ കിടന്ന വീടുകളിൽ ഇവൻ അടിവസ്ത്രം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ഇവൻ്റെ ഡ്രസ്സ് കൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ 3-4 കാര്യങ്ങളാണ് പുള്ളി പ്രാവീണ്യം നേടിയിരിക്കുന്നത്. എക്സ്പെർട്ടാണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല, അയാൾ അടിവസ്ത്രം വിട്ട് മാത്രമേ കയറുകയുള്ളൂ, മുഖം മറച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇയാൾ കയറുന്ന വീടുകളിൽ സ്ത്രീകളെ ചിലപ്പം ഉപദ്രവിക്കും. ഗോൾഡും ഇതും ക്യാഷും മാത്രമാണ് എടുക്കുന്നത്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മോഷണം നടത്തിയിട്ടുണ്ട്. പല കേസിലും ആരാണെന്നറിയാതെ കിടക്കുന്നതുകൊണ്ട് ഈ ഫിംഗർ പ്രിൻ്റ് ലഭിച്ചതോടുകൂടി തീർച്ചയായിട്ടും ആ കേസുകളൊക്കെ തെളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിഷൻ കട്ടുപൂച്ചൻ്റെ ആ ഓപ്പറേഷൻ സക്സസ്സായി. അതുകൊണ്ട് ആലപ്പുഴ SP MP മോഹനേന്ദ്രനെയും SHO ടോൾസൺ P ജോസഫിനെ സംഘത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു.